ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതാ നമ്മളിന്നൊരു റിബൺ വെച്ചിട്ട് ഒരു ഐഡിയ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ റിബൺ ഇല്ലെങ്കിൽ നമുക്ക് മാച്ചിങ് കളറ് ഡ്രസ്സിൻ്റെ ഒരു തുണി ഇതേപോലെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് യൂസസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഈ സൈഡ് ഒന്ന് ഇങ്ങനെ കോർണർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു നൂല് പോലെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം, എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, അതാണ് ആദ്യത്തെ മെത്തേഡ്. അതിന് ശേഷം ആ ഒരു കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഈ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. ഇതേപോലെ മടക്കുക, പിന്നെ വീണ്ടും ഇങ്ങോട്ട് മടക്കുക, പിന്നെ അങ്ങോട്ട് മടക്കുക. ഇതിപ്പോൾ തിരിച്ച് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ ആ ഒരു നൂല് നല്ല ഭാഗം വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിന് ശേഷം ഇങ്ങനെ മടക്കി മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് സൈസ് വലുതിൽ നിന്ന് ചെറുതാക്കി കൊണ്ടുവരാം. എങ്ങനെയാണ് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അതായത് ഏറ്റവും ചെറുതിൽ നിന്ന് ആ നൂല് വെച്ച ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത ഭാഗം, അവിടെ ചെറുതും പിന്നെ ഇങ്ങനെ മടക്കുന്നത് വലുതാക്കി കൊണ്ടുവരാം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എല്ലാതും ഒരേ സൈസിൽ മടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരേ ലെവലിലുള്ള പെറ്റൽസ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള നീളം എടുത്തിട്ട് മടക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സൂചി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് കുത്തിയിറക്കാണ് കേട്ടോ. സൂചി കുറച്ചൊന്നും ഇത് ഷാർപ്പ്നെസ് കുറവാണ് കേട്ടോ. അതൊന്ന് കുത്തിയിറക്കിയിട്ട് നമ്മുടെ ആ ഒരു നൂല് പോലെ നമ്മൾ കട്ട് ചെയ്തില്ലേ റിബൺ, അത് ആ സൂചിയുടെ ആ ഒരു ഹോളിലോട്ട് നമ്മൾ നൂലൊക്കെ കോർക്കുന്ന പോലെ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇതേപോലെ വെച്ച് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ സൂചി പിടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിരിക്കാൻ പറ്റാതാവുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഓരോ ലെയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൈ പിടിച്ചിട്ട് റിബൺ തന്നെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ സൂചി നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് തിരിക്കാൻ പറ്റില്ല. ഇതേപോലത്തെ സാറ്റിൻ റിബണൊക്കെ ആകുമ്പോൾ കൂടുതൽ ഇങ്ങനെ സാറ്റിനായിട്ട് ഇങ്ങനെ ഒഴുകിയെടുക്കുന്നതാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ തിരിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു സൂചി പിടിച്ച് താഴത്തോട്ട് വലിക്കുക കേട്ടോ. വലിച്ച് കുറച്ച് എത്തുമ്പോൾ നമുക്ക് ഈ ഒരു നൂല് നമ്മൾ പോലെ വരുന്നത് എടുത്ത് പുറത്തോട്ട് വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു ബാക്കി റിബൺ താഴെ നിൽക്കുന്നത് കുറച്ച് കൂടുതലാണെന്ന് തോന്നി. അപ്പോൾ അതും കൂടെ ഒന്ന് ഈ ഒരു നൂലിൻ്റെ ഉള്ളിലൂടെ കയറ്റി കൊടുക്കട്ടെ. നൂല് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിബൺ കട്ട് ചെയ്ത് കേട്ടോ. പിന്നെ ആ ഒരു ഫ്ലവറിന് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിതാ ഇതേപോലെ കൈ കൊണ്ട് ഒന്ന് ആക്കി കൊടുത്താൽ മതി. താഴെ വന്നിട്ടുള്ള ആ ഒരു റിബണിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് വിടരുത് കേട്ടോ. വിട്ടാൽ നമുക്ക് ആകെ ഊരിപ്പോരും കേട്ടോ. എന്നിട്ട് അതിന് ശേഷം താഴെ ഗ്ലൂ എന്തെങ്കിലും വെച്ച് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ തുന്നി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. അടുത്തൊരു മെത്തേഡും കൂടെ കാണാം. അതിനായിട്ട് റിബൺ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിന് ശേഷം ജസ്റ്റ് ആ ഒരു മടക്കിയ ഭാഗം ഒന്ന് റോൾ ചെയ്യുക കേട്ടോ. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സൂചി നൂലെടുത്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് തുന്നി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് അതൊന്ന് ഫിക്സ് ആയിട്ട് നിൽക്കാനാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എടുത്തതിന് ശേഷം ആ നൂലങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ വീണ്ടും ഇതിനെ ഒന്ന് ബാക്കിലോട്ട് ഇങ്ങനെ ട്രയാങ്കിളാക്കി ഇതേപോലെ മടക്കുക. വീണ്ടും ആ ഒരു ട്രയാങ്കിൾ അവസാനിക്കുന്നിടത്ത് വെച്ചിട്ട് വീണ്ടും ആ ഒരു ട്രയാങ്കിൾ പോലെ മടക്കുക കേട്ടോ. ഇങ്ങനെ മടക്കി നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ മടക്കും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വന്നതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വേണം നമ്മുടെ ഒരു മടക്ക് വരാൻ. അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എല്ലാതും കൂടെ ഒരേ സൈഡിലോട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ജസ്റ്റ് ഇതൊന്ന് തിരിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു കോർണർ ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ് വരുത്തിയെടുക്കുക. എല്ലാവർക്കും ഇതൊക്കെ അറിയുന്നതായിരിക്കും, എന്നാൽ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് കാണാമല്ലോ. അപ്പോൾ ഇതേപോലത്തെ സംഭവം നമ്മളിങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുക കേട്ടോ. ബാക്കിലോട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലോട്ട് കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ലാസ്റ്റ് എൻഡ് വരെ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് സെൻറ്റർ ഭാഗത്ത് നമ്മൾ അവസാനിപ്പിച്ച ഒരു പീസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ചുറ്റിലും വരുന്ന ഏറ്റവും ലാസ്റ്റ് ലെയറുമേ ഒന്ന് നമ്മൾ തുന്നി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ റിബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 മെത്തേഡിൽ നമുക്ക് റിബൺ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി തിക്കാക്കണമെങ്കിൽ നമ്മൾ ഉള്ളിലോട്ടും ഇതാക്കണമെങ്കിൽ റിവേഴ്സിലും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വലുതും അങ്ങനെ ആയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഹെയർ ബോസിലും ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.